അനോമി എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റിയാസ് മാറാത്താണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ത്രില്ലർ മൂവികൾ ഇറങ്ങുന്ന മലയാളത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. ഫോറൻസിക്കിലൊരു ഓഫീസറാണ് ഭാവന അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ ഭാവനയുടെ അനിയനായിട്ട് ഷെബിൻ ബെൻസൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സൈക്കാട്രിക് ഹിസ്റ്ററി ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി മിസ്സിംഗ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കുന്നത് റഹ്മാന്റെ കഥാപാത്രമാണ്. അപ്പോൾ ഒരു അലസനായ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളിയുടെ അന്വേഷണത്തിൽ ഒരു തൃപ്തി വരാതെ ഭാവന സ്വന്തം രീതിയിൽ ഈ കേസന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതും തുടർന്ന് ഇവരുടെ രണ്ടുപേരുടെയും അന്വേഷണം എവിടെ ചെന്നെത്തുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ടായിട്ട് വരുന്നത്. സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഭാവന നല്ല അടിപൊളിയായിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവരത് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഭാവനയുടെ ഒരു നല്ലൊരു കഥാപാത്രം സ്ക്രീനിൽ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റഹ്മാന്റെ കഥാപാത്രം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസറാണ്. ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ അതും പെർഫോം ചെയ്തിട്ടുണ്ട്. റഹ്മാൻ എന്ന അഭിനേതാവിനെ മലയാള സിനിമ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി നല്ല രീതിയിൽ ഇമോഷനും കാര്യങ്ങളൊക്കെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസിലായാലും നല്ല രീതിയിൽ തന്നെ പുള്ളി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് നല്ല ഇമ്പാക്റ്റ് ഉള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഭാവനയുടെ അനിയൻ്റെ കഥാപാത്രം ചെയ്യുന്ന ഷെബിൻ ബെൻസന്റെ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അർജുൻ ലാൽ ചെയ്തൊരു ക്യാരക്ടറാണ്. പുള്ളിയും നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, ദൃശ്യ രഘുനാഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു അഭിനേതാക്കൾ. അപ്പോൾ അവർക്ക് കിട്ടിയ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹർഷവർദ്ധൻ രാമേശ്വറാണ് ഈ സിനിമയിൽ BGM ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു ഗംഭീര പോസിറ്റീവ് എന്ന് തന്നെ പറയാം ഈ BGM. അപ്പോൾ ഓരോ സീനുകളെയും BGM കൂടി വന്നു കഴിയുമ്പോൾ അത് എലവേറ്റായി വരുന്നത് നല്ല രസമായിട്ട് നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റും. നല്ല ഒരു ഇമ്പാക്റ്റാണ് സിനിമക്ക് BGM കൊടുത്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുജിത് സാരംഗാണ്. അപ്പോൾ നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ കിരൺ ദാസാണ് സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് വർക്കും കൊള്ളായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഒരു ലെങ്ത്ത് ഫീൽ ചെയ്തെന്നുള്ളതാണ്. 2.5 മണിക്കൂറോളം ഉണ്ട് സിനിമ. ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ട് ക്രിസ്പായിട്ട് ഇറക്കിയെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലറായി മാറേണ്ടി വരുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് അപ്പോൾ നമുക്ക് കാണിച്ച സംഭവങ്ങളൊക്കെ വീണ്ടും കാണിക്കുന്ന ഒരു പോലെയൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രിസ്പാക്കിയിട്ട് ഷോർട്ടാക്കി ഇറക്കാമായിരുന്നു എന്ന് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ നല്ല ത്രില്ലിലാണ് പോകണം. നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആശയമാണ് ക്ലൈമാക്സിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നല്ല ഇമ്പാക്റ്റോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തിയേറ്ററിലൊരു വാച്ചബിൾ മൂവി ആയിട്ടാണ് അനോമി എനിക്ക് അനുഭവപ്പെട്ടത്. അത്യാവശ്യം നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള ആക്ടേഴ്സിൻ്റെ ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉള്ള കിഡ്ലൻ BGMഉം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമയാണ് അനോമി. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.